നമ്മുടെ ഹിന്ദിയുടെ ഓണം എക്സാം വരുന്നത് അല്ലെ. അപ്പൊ അടിച്ചു പൊളിച്ച് നമുക്ക് എഴുതാനുള്ളതാണ്. ഹിന്ദിയിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് മേടിക്കാനുള്ളത് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണത്? ചിത്രമേ രംഗ് ബരേ എന്ന് പറഞ്ഞിട്ട് ചിത്രത്തിൽ എന്താണ് ആ നിറം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ മക്കൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് എന്താണ് ആൻസർ ചെയ്യണം അല്ലെ. രംഗ് ബരേ, രംഗ് എന്ന് വെച്ചാൽ എന്താണ്? നിറമാണ് അല്ലെ. അപ്പൊ മക്കളെ ഹിന്ദിയിൽ എന്ത് ചെയ്തിരിക്കണം? എല്ലാ നിറങ്ങളും പഠിച്ചിരിക്കണം. നമുക്ക് നിറം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നിറങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹിന്ദിയിൽ എന്ത് തരും? നിങ്ങളുടെ നിറങ്ങളൊക്കെ തരും. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം? അത് ഓരോന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്രയോൺസ് ഒക്കെ ആയിട്ട് നല്ല വൃത്തിക്ക് വേണം ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ പരീക്ഷ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നോക്കിക്കോളാം മക്കളെ, ചുവപ്പ് നിറത്തിന് റെഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെഡിന് നമ്മൾ പറയുന്ന പേരാണ് ലാൽ എന്ന് പറയുന്നത്. ഈ ഒരു കോണ്ടന്റിലൂടെ തന്നെ മക്കൾ ഇത് പഠിക്കണം കേട്ടോ. ലാൽ എന്ന് വെച്ചാൽ റെഡ് ആണ്. കാല എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ആണ് അല്ലെ. ബ്ലാക്കിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? കാല. എന്താ പറയുന്നത്? കാല എന്നാണ്. ഈ മഞ്ഞ നിറത്തിന് യെല്ലോക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പീല എന്ന് പറയുന്നത്. എന്താണ്? പീല എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് ബ്ലൂ നിറത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? നീല എന്നാണ്. എന്താണ്? നീല എന്നാണ്. ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? എഴുതി പഠിച്ചിട്ട് പോകണം കേട്ടോ. നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് മാത്രമേ പോവാവൂ കേട്ടോ. ഓക്കെ, നമ്മുടെ പച്ച നിറത്തിന് നമ്മൾ എന്താ പറയാറ്? ഹര എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഹര എന്നാണ് നമ്മൾ എന്തിനു പറയാറ്? ഗ്രീനിന് പറയാറ് അല്ലെ. ഇനി വെള്ള നിറത്തിന് എന്താ പറയാറ്? വെള്ള നിറത്തിന് വൈറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സഫേദ്. എന്താ പറയുന്നത്? സഫേദ്. അപ്പൊ ഈ നിറങ്ങൾ മൊത്തം മക്കൾ എന്ത് ചെയ്യണം? വളരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ഈ എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതല്ലേ? മക്കൾക്ക് എന്ത് തരും? ചിലപ്പോ നമ്മുടെ നിറങ്ങള് ഓർഡർ ആക്കി തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ എന്താണ്? 1, 2, 3 നമ്പർ ഇട്ടിട്ട് ഒരു ബലൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമോ തരും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും മക്കളോട്? ഇതിലൊക്കെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പൊ പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പീലയുടെ സൈഡിൽ ആ മഞ്ഞ നിറം കൊണ്ടുപോയി ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നന്നായിട്ട് ഹിന്ദിയിൽ നിറങ്ങൾ പഠിക്കാം കേട്ടോ. മാത്രമല്ല ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ബലൂണുകൾ മാത്രമല്ല, എന്ത് നിറം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിറം പഠിക്കാം, അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ബൈ.